ഹലോ, അമ്മയുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് തോരനാണ്. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടി അമ്മ പാലക് എടുത്ത് അരിയുകയാണ്, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇനി തോരന് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. അതിനു വേണ്ടി അമ്മ 3 പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇതിനി ഒന്ന് ഒതുക്കിയെടുക്കാം. പാൻ ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുകിടാം. രണ്ട് ചുവന്ന മുളക് മുറിച്ചിട്ടു. 2 തണ്ട് കരിയാപ്പില ഇട്ടു. നമുക്ക് തേങ്ങ ചതച്ചതിടാം. നമുക്ക് ചീര അരിഞ്ഞ് വെച്ചേക്കണം. ഇതാ നമുക്കിതൊന്ന് ഒതുക്കി തേങ്ങായും എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒതുക്കി നമുക്ക് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇനി ആവിയിലിരുന്നൊന്ന് വേകട്ടെ. അമ്മ അടപ്പൊന്ന് തുറന്ന് നോക്കി, കണ്ടോ ധാരാളം വെള്ളം ഇതിലുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും അമ്മ ആവി വെക്കാൻ നേരത്ത് ഒഴിച്ചില്ല. പക്ഷെ ഈ ചീരയിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ അമ്മ വെച്ചേക്കുവാണ്. ചീരയ്ക്ക് വലിയ വേവൊന്നുമില്ല, ഒരു ആവി കയറിയാലേ വേവും. അമ്മ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചിക്കിയെടുക്കുവാണേ. വെള്ളമൊക്കെ പറ്റി നമ്മുടെ തോരൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ടയും കൂടെ ഇതിന്റെ കൂടെ പൊട്ടിച്ചൊഴിച്ച് ചിക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അത് നടുക്കായിട്ട് ഒഴിച്ച് നമുക്ക് ഇനി ഇതിന്റെ കൂടെ ഒന്ന് ചിക്കിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഈ പാലക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തോരൻ മാത്രമല്ല, ഇത് ദാലിന്റെ കൂടെ ഇട്ട് കറി വെക്കാനും സൂപ്പറാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അത് നല്ലൊരു കറിയാണ്. ഇനി ഒരു ദിവസം അത് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളത് കൊണ്ട് ഇത് എല്ലാത്തിനും നല്ലത് തന്നെയാണ്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ് ഈ പാലക്ക്. അപ്പൊ ഇത് ഇപ്പം നന്നായിട്ട് തോന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇതേണ്ട നമ്മുടെ പാലക്ക് തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത് ഞങ്ങളെ കമന്റായി അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.